മലപ്പുറം ചങ്ങരംകുളം ചിയ്യാനൂർ പാടത്ത് അഴുകിയ നിലയിൽ കണ്ടെത്തിയ മൃതദേഹം തിരിച്ചറിഞ്ഞു. ഒരാഴ്ച മുൻപ് കപ്പൂർ പൊഴിക്കരയിൽ നിന്ന് കാണാതായ കരീമിന്റേതാണ് മൃതദേഹം. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. അമ്പലപ്പുഴ കരൂർ പായൽക്കുളങ്ങരയിൽ അടിപ്പാതയോ ഉയരപാതയോ നിർമ്മാണം ആവശ്യപ്പെട്ട് ജനകീയ സമിതി കളക്ടറേറ്റിന് മുന്നിൽ നിൽപ്പ് സമരം നടത്തി. 10,000 പേർ ഒപ്പിട്ട ഹർജി ഡെപ്യൂട്ടി കളക്ടർക്ക് നൽകി. സമരം പുറക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് AS സുദർശനൻ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ശ്രീനാരായണപുരം പഞ്ചായത്തിൽ സർക്കാർ പ്രൈമറി സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പ്രഭാത ഭക്ഷണ പദ്ധതി ആരംഭിച്ചു. 6 സ്കൂളുകളിലെ കുട്ടികൾക്കായി 7 ലക്ഷത്തിലധികം രൂപ ചെലവഴിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് MS മോഹനൻ ഉദ്ഘാടനം നിർവഹിച്ചു. കൊല്ലത്ത് പൂജ നടത്തുന്നതിനെ ചൊല്ലി സംഘർഷമുണ്ടായി. പോലീസും ഒരു വിഭാഗവും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. പെരുവിരുത്തി മലനട ക്ഷേത്രത്തിലെ അടവി പൂജയുമായി ബന്ധപ്പെട്ടായിരുന്നു സംഘർഷം. തിരുവനന്തപുരം പൂവച്ചൽ പുളിങ്കോട് ക്ഷേത്രത്തിലെ ഓഫീസ് കുത്തിത്തുറന്ന മോഷണം. 10 പവൻ സ്വർണവും പണവും കവർന്നു. പ്രതിക്കായി അന്വേഷണം ഊർജിതമാക്കി കാട്ടാക്കട പോലീസ്. തൃശൂർ ചന്ദ്രാപിന്നിയിൽ അടച്ചിട്ട വീട് കുത്തിത്തുറന്ന മോഷണം. നിലവിളക്ക്, ഉരുളി ഉൾപ്പെടെയുള്ളവ കവർന്നു. മോഷണം നടന്നത് ചന്ദ്രാപിന്നി സ്വദേശി രതീഷിന്റെ വീട്ടിൽ. ആലപ്പുഴ ചെങ്ങന്നൂരിൽ സർട്ടിഫിക്കറ്റ് പുതുക്കലിന്റെ മറവിൽ പണം തട്ടിയെന്ന കേസിൽ പ്രതി പിടിയിൽ. പിടിയിലായത് തൈക്കാട് സ്വദേശി ലിതീഷ്. തട്ടിപ്പിനിരയായത് ചെറിയനാട് സ്വദേശികളായ ദമ്പതികൾ. തൃശൂർ കൈപ്പറമ്പിൽ കൃഷിയിടത്തിൽ കാട്ടുപന്നിയെ ചത്ത നിലയിൽ കണ്ടെത്തി. പുത്തൂർ ദേശം സ്വദേശി ഉണ്ണികൃഷ്ണന്റെ പച്ചക്കറി തോട്ടത്തിലാണ് പന്നിയുടെ ജഡം കിട്ടിയത്. തിരുവനന്തപുരം വർക്കലയിൽ റബ്ബർ തൊഴിലാളിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. കൊട്ടാരക്കര സ്വദേശി വിനോദിനെ കണ്ടെത്തിയത് വാടക വീടിന് സമീപത്തെ മരത്തിൽ തൂങ്ങിയ നിലയിൽ. മൃതദേഹം കണ്ടത് പുരയിടം വൃത്തിയാക്കാനെത്തിയ ജോലിക്കാർ. തൃശൂർ കൊടുങ്ങല്ലൂർ നഗരസഭ ചേരമാൻ ജുമാ മസ്ജിദ് വാർഡ് ഉപതെരഞ്ഞെടുപ്പ് ഡിസംബർ 10-ന്. PO സുരേഷ് കുമാർ UDF സ്ഥാനാർത്ഥി. GS സുരേഷ് ബാബു LDF സ്ഥാനാർത്ഥിയായും ഗീതാ റാണി BJP സ്ഥാനാർത്ഥിയായും മത്സരിക്കും. തൃശൂർ ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി വനജ ദിവാകരൻ തെരഞ്ഞെടുക്കപ്പെട്ടു. തെരഞ്ഞെടുപ്പ് നടന്നത് കോൺഗ്രസിലെ ധാരണ പ്രകാരം വൈസ് പ്രസിഡന്റായിരുന്ന ലീന ഡേവിസ് രാജിവെച്ചതിനെ തുടർന്ന്. 13-അംഗ ഭരണസമിതിയിൽ കോൺഗ്രസിന് 8-ഉം LDFന് 5-ഉം അംഗങ്ങളാണുള്ളത്. മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിനിന്റെ ഭാഗമായി കോട്ടയത്ത് നവംബർ 24-ന് മെഗാ ശുചീകരണ യജ്ഞം സംഘടിപ്പിക്കും. ശുചീകരണം തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ KSRTC ബസ് സ്റ്റേഷനുകളിൽ. തിരുവനന്തപുരം നെടുമങ്ങാട് CPIM ഏരിയ സെക്രട്ടറിയായി KP പ്രമോദിനെ തെരഞ്ഞെടുക്കപ്പെട്ടു. DYFI ജില്ലാ സെക്രട്ടറി ആയിരുന്നു. 5 പേരെ പുതിയതായി ഉൾപ്പെടുത്തി 21-അംഗ കമ്മിറ്റിയാണ് നിലവിൽ വന്നത്. ആലപ്പുഴ മങ്കൊമ്പ് YMPAC ഗ്രന്ഥശാല വാർഷികവും ശിശുദിനാഘോഷവും സംഘടിപ്പിച്ചു. പരിപാടി പുളിങ്കുന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് നീനു ജോസഫ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പത്മകുമാർ മനോജ് രാമമന്ദിരം സ്കോളർഷിപ്പും സമ്മാനവും വിതരണം ചെയ്തു. തൃശൂർ എടത്തുരുത്തി എറാക്കൽ റോഡിൽ ബൈക്ക് കുളത്തിൽ വീണു. ബൈക്ക് യാത്രികൻ പരിക്കുകളേൽക്കാതെ രക്ഷപ്പെട്ടു. ചന്ദ്രാപിന്നി CV സെന്ററിനടുത്ത് സായുജാണ് അപകടത്തിൽപ്പെട്ടത്. എറാക്കൽ റോഡിൽ കുടിവെള്ള വിതരണ പൈപ്പ് പൊട്ടി വെള്ളം രൂപപ്പെട്ട ഗർത്തത്തിൽ വീഴാതിരിക്കാൻ സൈഡിലൂടെ കടന്നപ്പോഴായിരുന്നു അപകടമുണ്ടായത്.